അവളിങ്ങനെ ചെയ്തു, അവളങ്ങനെ ചെയ്തു, അവൾ കള്ളിയാണ് മറ്റേ. പിന്നെ അവിടെ വന്നവരെല്ലാം ഹരിചന്ദ്രൻ മഹാരാജാവിൻ്റെ മക്കളല്ലേ. ഞാൻ കണ്ടു എല്ലാവരും അവിടെ എന്തെല്ലാം കാണിക്കുന്നത്. ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ അവരുടെ വേഷവിധാനം വരെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ഇത്ര ആമ്പിള്ളേർ ചുറ്റിനും ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിനൊന്നും പറയണ്ട, അതൊക്കെ നല്ല പിള്ളേരാ. മല്ലിക സുകുമാരൻ, മല്ലികാമയ്ക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രഡക്ഷൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും മല്ലികാമയെ അറിയാമായിരിക്കും. പിന്നെ ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനുമോളെയും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും. അതുപോലെ തന്നെ സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ജിസൈൽ തക്രാൽ, റേണു സുധി, അനീഷ് ഷാനവാസ്, ഇവരെയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പൊ ഇവരെല്ലാരും കൂടെ വന്ന് കയറുന്ന ഒരു വീഡിയോ ആണ് ഇത്. തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ചാടിക്കേറി കുറെ ആൾക്കാർ ഇപ്പൊ വരരുത് കമന്റ് ബോക്സിലേക്ക്, നിർത്തിക്കൂടേടാ മോനെ ബിഗ് ബോസ് കഴിഞ്ഞില്ലേടാ എന്ന് ചോദിച്ചോണ്ട്. വേറൊന്നും കൊണ്ടല്ല, എനിക്കും അങ്ങനെ വലിയ മുട്ടിയിരിക്കുമൊന്നുമല്ല ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്ത് വീഡിയോ ഇടണമെന്നും പറഞ്ഞ്. കണ്ടന്റ് വരുമ്പോ ചെയ്തങ്ങ് വിടുന്നു, അത്രേ ഉള്ളൂ. ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു, ഞാൻ എൻ്റെ പേഴ്സണൽ കുറെ തിരക്കുകളുമായിട്ട് അങ്ങനെ പോയി. രാത്രി ആയപ്പോൾ ചുമ്മാ യൂട്യൂബിൽ കയറി നോക്കിയപ്പോഴാണ് ഒരു ഇന്റർവ്യൂ കണ്ടത്. നമ്മുടെ മല്ലികാമ്മയുടെ ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അതിലൊരു 10-26-27 മിനിറ്റുള്ളൊരു ദൈർഘ്യമുള്ളൊരു ഇന്റർവ്യൂ ആണ്. അതിലൊരു 20 മിനിറ്റോളം എനിക്ക് തോന്നുന്നു അമ്മ ഈ സിനിമ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പൃഥ്വിരാജിന് വരുന്ന സൈബർ അറ്റാക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ ഒരു വീഡിയോയുടെ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ അനുമോളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ചുമ്മാ ഞാൻ കയറി ഒന്ന് നോക്കിയാടേ. പക്ഷെ അവസാനത്തെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു 6-7 മിനിറ്റ് കുറച്ച് കാര്യങ്ങൾ മല്ലികാമ്മ ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജിസൈൽ തക്രാലിന്റെ വസ്ത്രധാരണം അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അമ്മയ്ക്ക് എന്നപ്പോൾ അമ്മ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ജിസൈലിന്റെ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും ഈ സീസണിലുണ്ടായിരുന്ന ചില ആളുകളുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ നമുക്കൊക്കെ മനസ്സിലാവും അത് പോകുന്നത് ജിസൈലിലേക്കാണെന്ന്. പിന്നെ അത് അമ്മയുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ജിസൈലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ജിസൈലിനെ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട്. ഈ ഇഷ്ടമല്ലാത്ത ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള അമ്മയുടെയൊക്കെ മല്ലികാമ്മയുടെ പ്രായമുള്ള 71 വയസ്സുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ജിസൈലിനെ മൊത്തത്തിൽ അങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ സ്വഭാവം വെച്ചിട്ടോ ഒന്നും ആയിരിക്കത്തില്ല, അവരുടെ ആ ഒരു വസ്ത്രധാരണം. അതിന് നമുക്കിപ്പം ആരെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ലടേ. ഇച്ചിരി പഴയ ആൾക്കാരാണ്, അവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല. അതിന് ഒരു കാരണവശാലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അത് അവരുടെ അവർ വളർന്നു വന്ന അല്ലെങ്കിൽ അവർ പോയ ജീവിത ശൈലിയിലൊന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ള ഷോയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവരത് ഓപ്പണായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ അനുമോളെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ മുമ്പായിട്ട് ഞാൻ ആ ഇന്റർവ്യൂ കംപ്ലീറ്റ്ലി കണ്ടു. അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് ബിഗ് ബോസിലേക്ക് പോവാം. പിന്നെ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ അധികം താമസിക്കത്തില്ല നമ്മുടെ ചാനലിൽ. ഇനി അങ്ങോട്ട് മിക്കവാറും ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അവസാന വീഡിയോ ആണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഒന്നും പൊങ്ങി വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇന്റർവ്യൂകളൊന്നും വരാതിരിക്കട്ടെ. വന്നാൽ നമ്മളത് ചെയ്യും, വന്നില്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഓൺ സോഷ്യൽ റിലവൻ്റ് കോണ്ടന്റിലേക്ക് മാറും. മിക്കവാറും നാളെ തൊട്ട് അങ്ങനെയുള്ള നമ്മുടെ രാഹുലേട്ടൻ്റെ ഒക്കെ കഥകളൊക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ കുറേ. തീട്ട കേസായിട്ടാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പിടിക്കാൻ പോകാഞ്ഞത്. പക്ഷേ മിക്കവാറും നാളെ തൊട്ട് നമ്മൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോ ചിലപ്പോൾ നമ്മുടെ രാഹുലേട്ടനായിരിക്കും. മാങ്കൂട്ടത്തിൽ രാഹുലേട്ടനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഇപ്പം എന്താണെങ്കിലും മല്ലികാമ്മ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേൾക്കുക. അതിനുശേഷം അനുമോളുമായി ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഇത് കേട്ടു തുടങ്ങിക്കോ. ചില ഇന്റർവ്യൂ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ് ഈ ആൺകുട്ടികളൊക്കെ ഇങ്ങനെയെന്ന് തോന്നാറുണ്ട്. ചിലരോടുള്ള ചോദ്യമൊക്കെ കാണുമ്പോൾ അവരെ പാട്ടിന് വിടുന്നു. കാരണം ആ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല ഇത് തന്നെ ഒരുമാതിരി വേല വെക്കുകയാണോന്നൊന്നും. വളരെ സീരിയസ് ആയിട്ടൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചെരുപ്പ് വിടുന്ന, കമ്പൽ വിടുന്ന എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെയാണോ ഇന്നത്തെ ജേർണലിസം? എനിക്കറിയത്തില്ല സത്യം പറയാം. അപ്പോൾ അവരെ കുറ്റം പറയണ്ട, ആ കുട്ടികളെ എന്തിനാ കുറ്റം പറഞ്ഞാൽ അവർ ആദ്യമായിട്ട് ഒരു രംഗത്തേക്ക് വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അവർക്കതൊക്കെ. അയ്യോ കുറേ പേര് ക്യാമറയും കൊണ്ട് പുറകെ വരുന്നുള്ളൂ. പക്ഷേ ഈ വരുന്നവരെയും പോകുന്നവരെയും അവരെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഷൂട്ടിംഗ് നടത്തുന്നവരെയൊക്കെ ശ്രദ്ധിച്ചാലറിയാം അവരൊരു പ്രൊഫഷണൽ അപ്രോച്ച് അല്ല അവർക്കൊന്നും. അത് ചുമ്മാ അവരുടെ ഒരു നേരം പോക്ക് പോലെ ഒരു തമാശയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാറ്റണം. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരു പ്രൊഫഷണൽ രീതി കൊണ്ടുവന്നെങ്കിലാണ് നമ്മൾ വളരത്തുള്ളൂ നമ്മുടെ തൊഴിലിൽ. അല്ലെങ്കിൽ പിന്നെ ചുമ്മാ ഇതൊരു തമാശ ആയിട്ടാണെങ്കിൽ എത്ര കാലം വേണേലും ചുമ്മാ ഇങ്ങനെ കൊണ്ടാണ്. അമ്മ എപ്പോഴെങ്കിലും തിയേറ്ററിൽ പോകുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? എവിടെ?
ഇങ്ങനെ മീഡിയാസ് ഇങ്ങനെ വന്നിട്ട്? അല്ല, മീഡിയാസ് നമ്മുടെ ആ പടത്തിനെ കുറിച്ച് ചോദിക്കാൻ വരുന്നില്ല. അതൊന്നും പണ്ടൊന്നും ഇല്ല ഇങ്ങനത്തെ ബഹളങ്ങളൊക്കെ. ഇതൊക്കെ ഇപ്പോൾ വന്നാലേ ഉള്ളൂ. കൂടിപ്പോയാൽ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിന് ശേഷം. അതിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞാൽ ഞാൻ സ്ത്രീവിരോധിയാന്ന് പറയാം, അതുകൊണ്ടല്ലേ പറയാത്തത്. ഒരു പരിധി വരെ പെൺകുട്ടികളും കാരണക്കാരാണ്, യാതൊരു സംശയം വേണ്ട. സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഓൺലൈൻ മീഡിയക്കാർ അവർ ഈ ബൈറ്റ് എടുക്കാൻ പോകുന്നുണ്ടല്ലോ, അതിനെപ്പറ്റിയൊക്കെയാണ് അമ്മ സംസാരിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് മല്ലികാമ്മയുടെ പുറകെ ഈ ഓൺലൈൻ മീഡിയക്കാർ ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് പൃഥ്വിരാജിൻ്റെയൊക്കെ ഒരു സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കൊക്കെ എമ്പുരാനൊക്കെ കഴിഞ്ഞിറങ്ങിയ സമയത്ത് എനിക്കൊന്ന് ഷേണായിസിലാന്ന് തോന്നുന്നു മല്ലികാമ്മയൊക്കെ വന്നത്. അപ്പം പുറകെ പോയിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ ഉത്തരം കൊടുക്കുന്നുണ്ട്. പക്ഷേ അമ്മ ഇവിടെ പറഞ്ഞു വരുന്നത് ചില ഓൺലൈൻ മീഡിയക്കാർ പോയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഈ ബൈറ്റ് എടുക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങളുടെ ചെരുപ്പ്, നിങ്ങളുടെ മാല, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. അതിപ്പോൾ ചില ഇൻ്റർവ്യൂകളിലാണെങ്കിൽ പോലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതൊക്കെ കുറച്ച് ഓക്വേർഡായിട്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പേഴ്സണലായിട്ട് ഇടുന്ന ഡ്രസ്സിനെ പറ്റി വരെ ചോദിക്കുന്ന ആ ഒരു ചോദ്യമൊക്കെ അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലാണ് മല്ലികാമ്മ പറയുന്നത്. അവർ പറയുന്ന അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അവരാ പറയുന്നത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അത് പിന്നെ ചില ആളുകൾക്ക് ഇഷ്ടമാണത്, അവർക്കൊരു ഹൈപ്പ് കിട്ടുന്നു. ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് ഞാൻ പേര് പറയുന്നില്ല, ഇപ്പോഴാണ് അവർ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരാണ്, കുറച്ച് ഹൈപ്പുള്ള ആൾക്കാരാണെന്നൊക്കെ ഞാൻ അറിയുന്നത്. ഒരു കൊല്ലം 1.5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഓൺലൈൻ മീഡിയയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇപ്പോൾ സീരിയലിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ചില ആർട്ടിസ്റ്റുകൾ ചുമ്മാ ആ സെൻട്രൽ സ്ക്വയറിലൊക്കെ തേരാപ്പാര നടക്കും. ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയക്കാരൻ ചുമ്മാ ഇങ്ങനെ പറയും, വാ നടക്ക് നമുക്ക് വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ നിന്നു കൊടുക്കും. കാരണം അവർക്ക് കിട്ടുന്ന ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടാണ്. ആ ചാനലിൽ ഇടുമ്പോൾ അവരുടെ വീഡിയോ ഒരുപാട് റീച്ച് ആവും. അതിനുവേണ്ടി ചില പെമ്പിള്ളാർ നിന്ന് കൊടുക്കാറുണ്ടേ. അതാണ് അമ്മ അവസാനം പറയുന്നത്, ചില പെമ്പിള്ളാരെ ഞാൻ കുത്തുന്നുണ്ടെന്ന്. കാരണം എല്ലാവരും ഇപ്പം ആണ് പെണ്ണ്, പിന്നെ തുടക്കത്തിൽ അമ്മ പറയുന്നുണ്ട് ആൺകുട്ടികൾ എന്താ ഇങ്ങനെ. പിന്നെ ഈ ഓൺലൈൻ മീഡിയക്കാർ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൂടെ? എന്ത് സ്റ്റാൻഡേർഡാണ് അവർ കീപ്പ് ചെയ്യേണ്ടത്? എനിക്കതാ മനസ്സിലാവാത്തത്. അവർ സ്റ്റാൻഡേർഡ് വിട്ടെടുക്കുന്ന വീഡിയോകൾക്ക് നിന്ന് കൊടുക്കുന്നത് എന്തിനാണ്? അതാണ് എൻ്റെ ചോദ്യം. പിടികിട്ടിയില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ചില ആർട്ടിസ്റ്റുകൾ അവരുടെ വീഡിയോ ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയക്കാരൻ എടുത്തിട്ടു, അത് അവർക്ക് ഇഷ്ടമല്ലാത്തൊരു ആംഗിളിലുള്ള ഒരു വീഡിയോ ആണെങ്കിൽ സ്പോട്ടിൽ വിളിക്കും ഓൺലൈൻ മീഡിയയിലേക്ക്. ഏത് ചാനലാണോ ഇട്ടിരിക്കുന്നത് അവരെ വിളിക്കും, കളയാൻ പറയും, കളയിക്കും. പക്ഷെ ചില ടീമുകളുണ്ട് ഇതൊന്നും ചെയ്യിക്കത്തില്ല, വിളിച്ചു പറഞ്ഞാൽ വീഡിയോ റിമൂവ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ കുറച്ച് കാലങ്ങൾക്കപ്പുറം ഏതെങ്കിലും ഒരു ചാനലിൽ കയറിയിരുന്ന് ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയും, അന്ന് അവന്മാർ എൻ്റെ വീഡിയോ എടുത്ത് അങ്ങനെ ഇട്ടു, എന്ത് മോശം അവന്മാർ ചെയ്തത്, എന്ത് കാര്യത്തിന്? അല്ല, അങ്ങനെ ഒരു സാധനം അവരുടെ പുറത്ത് വന്നെങ്കിൽ സ്പോട്ടിൽ തന്നെ വിളിച്ചു പറഞ്ഞത് കളയിക്കാം അവർക്ക്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയ ഏത് ചാനലാണെങ്കിലും അവർ കളയും. പക്ഷെ ചിലവരൊക്കെ അവർക്ക് അപ്പം കിട്ടുന്ന ഒരു ഹൈപ്പിന് വേണ്ടി നിന്നു കൊടുക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ എടുത്തവന്മാരെ കുറ്റക്കാരാക്കും. ഈ ഒരു പരിപാടിയും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അത് മനസ്സിലാക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഈ ചില ചാനലിലേക്ക് അടിയിൽ പോയിട്ട് കമന്റ് ഇടും, ഇവനൊക്കെ ഇവനൊക്കെ ഇടുന്ന ടൈറ്റിൽ കണ്ടില്ല, ഇവനൊക്കെ എന്ത് ചോദ്യമോ ചോദിക്കുന്നത്. അവരങ്ങനെ ഇടുമ്പോൾ അവർക്ക് റീച്ച് കിട്ടുവടേ, മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കേണ്ടത് നമ്മളാ. അവർ റീച്ചിന് വേണ്ടി മാത്രം ചെയ്യുന്നതാ, അവർക്ക് കാശിന് വേണ്ടി ചെയ്യുന്നതാ. ഇനി അവർ ആരുടെ ഫോട്ടോയോ വീഡിയോ ആണോ എടുത്ത് ആ പരിപാടി ചെയ്യുന്നത്, അത് അവർക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അവർ നേരെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ മാറ്റിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പണി കിട്ടും. പക്ഷേ ചില ആളുകൾ അത് ചെയ്യത്തില്ല, കാരണം അവർക്ക് അതിനകത്തുനിന്ന് ഹൈപ്പ് കിട്ടുന്നു, അതുകൊണ്ട് മിണ്ടത്തില്ല. നാളെ കുറച്ച് ആ ഒരു ഹൈപ്പ് കിട്ടി കുറച്ചുകൂടെ റീച്ച് എത്തി അവർ വേറെ തലത്തിലേക്ക് എത്തുമ്പം വേറൊരു ഇന്റർവ്യൂ കയറിയിരുന്ന് പറയും, അന്ന് അവന്മാർ അങ്ങനെ ചെയ്തു, മോശം അവന്മാർ കാണിച്ചത്, അവന്മാരെ ചവിട്ടി താത്തു. ആ ഒരു പരിപാടിയോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഈ സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്ക്, ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് റീച്ച് കിട്ടാൻ പോലും കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടാണ്. മനസ്സിലായില്ലേ? നെഗറ്റീവ് റീച്ച് കിട്ടിയാലും ഹൈപ്പ് കിട്ടുമെന്നും പറഞ്ഞ് ഓടുന്ന കുറേ ആൾക്കാരുണ്ട്. ഇല്ലാന്നൊന്നും നിങ്ങൾ പറയണ്ട, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. നെഗറ്റീവ് അല്ലേ, കുഴപ്പമില്ലടാ, റീച്ച് അല്ലേ റീച്ച്. ഞാനിപ്പോൾ ആലോചിച്ചിട്ട് എന്തിന്? ആ ഒരു സമയത്ത് ചിലപ്പോൾ കിട്ടും, കുറച്ച് കഴിയുമ്പോൾ ഇടിഞ്ഞ് താഴത്തേക്ക് പോകും. എന്തോരം ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ സമയത്ത് അവരുടെ കോണ്ടന്റിന് റീച്ച് കിട്ടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ വെറുക്കും. പിടികിട്ടിയോ? എന്നിട്ട് ഇട്ടിട്ട് പോവും. അങ്ങനത്തെ പരിപാടിയോടൊന്നും ഞാൻ യോജിക്കുന്നില്ലടോ. നെഗറ്റീവ് റീച്ചിനോടല്ല. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അലിഗേഷൻ നമ്മുടെക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ തെറ്റാൻ സമ്മതിച്ച് അങ്ങ് പോവുക, തെറ്റില്ലെങ്കിൽ നിന്ന് ഒപ്പോസ് ചെയ്ത് അടിച്ചണ്ണാക്കി കൊടുത്തിട്ട് പോവുക. വിശ്വസിക്കേണ്ടവർ വിശ്വസിച്ച് കൂടെ ഇന്നോളും. അതല്ലേ ശരി? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇനി മല്ലികാമ്മ അനുമോളെ പറ്റിയിട്ടൊക്കെയാണ് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങുന്നത്, നമുക്കത് കേൾക്കാം. ഇനി ബാക്കി അതാണേ.
അനുമോളെ ഇട്ടുകൊണ്ട് പറക്കുന്ന കണ്ടേച്ചാൽ എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്തോന്നോ ഞാൻ എവിടെയോന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനുമോളെ 2.5 വർഷം എൻ്റെ കൂടെ അമ്മായിയമ്മയും മരുമോളെ അത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ ലോകത്തൊന്നും അല്ല ചോദിച്ച പെണ്ണ് ജീവിക്കുന്ന എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം. പെണ്ണമാണോ എനിക്ക് ഓർമ്മയില്ല, ആരോ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ അനുമോളെന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളൽ, അത് ഞാൻ പറട്ടെ, അതുണ്ടാവും. അവളിങ്ങോട്ട് അഭിനയിക്കാൻ വന്നു, ആ കുട്ടി അതിനിങ്ങനെ ആകെ മൊത്തം ഒരു എക്സൈറ്റ്മെന്റ്. ഉടനെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു, അവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചു. ഇപ്പം മറ്റേ കൊച്ചു കണ്ടില്ലേ, ഒന്ന് ദുബായി പോയപ്പോഴത്തേക്ക് ലോകം പിടിച്ചടക്കിയെന്ന് വിചാരിക്കുന്നത്. അത് ആ കുട്ടിയുടെ കുറ്റമല്ല. അവളുടെ ഏത് കുട്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു അമ്മ പറയുന്നത്, പേര് പറയുന്നില്ല, ഈ ദുബായ് പോയി കഴിഞ്ഞപ്പോ ദുബായ് ആണ് എല്ലാം എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു ചേച്ചി ഉണ്ട് അപ്പറേ, രേണുസുതിയെ പറ്റിയിട്ടാണോ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അപ്പോഴും മല്ലികമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനും അത് പറയും. രേണു ഇത്രയും കാലം ഒരു വീട്ടിനകത്ത്, നിങ്ങൾക്കറിയാം ആ സ്തുതി മരിക്കുന്നോടം വരെ ഒരു വീട്ടിനകത്ത് കഷ്ടപ്പാടും കയ്യുമായിട്ട് ഓടിയതാ. അതിനുശേഷം ചില ആൽബോ സിനിമ എന്നൊക്കെ അവർ പറയുന്നുണ്ട്, എന്തൊക്കെയോ കുന്ത്രണ്ടങ്ങൾ കാണിച്ചു കൂട്ടി നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി, അതിനകത്തുനിന്ന് അത്യാവശ്യം കാശുണ്ടാക്കി, അല്ലെങ്കിൽ അത്യാവശ്യം നെഗറ്റീവ് ഫെയിം ഉണ്ടാക്കി ബിഗ് ബോസിനകത്ത് പോകുമ്പോഴത്തേക്ക് നല്ല നെഗറ്റീവായിട്ട് പോയതാ. തിരിച്ചിറങ്ങിയപ്പോൾ ഇച്ചിരി പുട്ടി അടിച്ച് വൈറ്റായി പോസിറ്റീവായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ കുറേ ഇനാഗുറേഷൻസ് കിട്ടുന്നു അതിഗംഭീരമായിട്ട്. ഞാൻ ഇവർ ബിഗ് ബോസിനകത്ത് പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ട് രേണുവിന് ഈ അഭിനയം പരിപാടികൾ വിട്ടിട്ട് ഈ പാട്ടിൻ്റെ പുറകെ ആരെങ്കിലും ഒക്കെ അതിനെ വിളിച്ച് പാട്ട് പാടിപ്പിക്കും, നന്നായിട്ട് പാടുന്നുണ്ടത്. ആ ഒരു മേഖലയിലോട്ടൊക്കെ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴും അവർ ഇനാഗുറേഷന് പോയി, അവർ പാട്ട് പാടി, അവർ ജീവിക്കുന്നുണ്ടേ. ദുബായി പോയിട്ട് അതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ് ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ നിന്നാണ് കഥ പറയുന്നത്, പിടികിട്ടിയില്ലേ? പക്ഷെ അത് അവർക്ക് നെഗറ്റീവ് ആവും ഒരു സൈഡിൽ കൂടി. പണ്ടും ഈ ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ ചെന്ന് കഥ പറയുമ്പോഴാണ് രേണുവിന് പലപ്പോഴും പല അബദ്ധങ്ങൾ പറ്റി പലതും വിളിച്ചു പറയുന്നത്. ഇപ്പൊ പറയുന്നത് പിന്നെ പറയത്തില്ല, പിന്നെ പറയുന്നതല്ല മറ്റടുത്ത് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് അവർ വീണ്ടും പോകാതിരുന്നാൽ മതി. മല്ലികാമ്മ ഇപ്പൊ അതാണ് പറയുന്നത്. നിങ്ങൾ ബാക്കി കേൾക്കൂ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഒരു മാനസിക സന്തോഷമാണ് എനിക്ക് പ്ലെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത്. അതവർ ചെയ്തോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു കുട്ടിക്ക് ഒരു അത്ര വിവരമില്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ PR, പിന്നെ എന്നാ ഞാനൊരു 25 ലക്ഷമായിട്ട് PR പോവാം, ബിഗ് ബെനിക്ക് കിട്ടുമോ? അല്ല, എനിക്ക് അറിയണമായിട്ടൊക്കെ വെറുതെ, അതായത് എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാർ ആൺപിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറയായിട്ട്. നാണമില്ലേ ഉമാർക്കൊക്കെ? ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ, ഞാൻ അതിനകത്ത് ചില 1-2 റീൽസും ഇതിലൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചിലർ നല്ല വിലയിരുത്തലുകൾ പറയും, അത് കറക്റ്റാണ്. നമുക്കും കാണുമ്പോൾ തോന്നുക, നമുക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യം വേറൊരാൾ പറയുമ്പോൾ ഇവൻ കൊള്ളാമല്ലോ നമുക്ക് തോന്നും, അല്ലേ? അല്ലാതെ ചുമ്മാ അനുമോൾ ഇങ്ങനെ മറ്റവൾ ഇങ്ങനെ ഒന്നുമല്ല. അനുമോൾ ഞാൻ കണ്ട കാലം മുതൽ ഒരു ഉദ്ഘാടനത്തിന് പോലെ എവിടെ പോലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ, അവളുടെ സഹോദരി, കുഞ്ഞ്. അമ്മ ഇവിടെ പറഞ്ഞൊരു കാര്യം തിരുത്തുകയല്ല ഞാൻ, പക്ഷെ അതിൻ്റെ ഒരു പോസിബിലിറ്റി ഇപ്പം അമ്മ പറയുന്നുണ്ട്. അമ്മയ്ക്ക് അനുമോളെ ഇഷ്ടമാണ്, മനസ്സിലായില്ലേ? പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അനുമോളെ ആൾക്കാർ കുറ്റം പറയുമ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ അവരോട് ദേഷ്യം വന്നേക്കാം. ചിലപ്പോൾ അമ്മ തന്നെ പറയുന്നുണ്ട്, അമ്മ മൊത്തത്തിൽ എപ്പിസോഡോ ലൈവോ ഒന്നും കണ്ടിട്ടില്ല, ചെറിയ നമ്മുടെ പ്രൊമോകളൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഗെയിം കംപ്ലീറ്റ് ആയിട്ട് കണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് കുറച്ചും കൂടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേനെ. ഇവിടെ ഇപ്പോൾ അനുമോളെ പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? എൻ്റെ വീഡിയോകൾ നോക്കിയാൽ അറിയാം. ഞാൻ അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. അനുമോളെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ആ ഷോയിൽ ഈ സീസണിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ആര്യൻ ഉൾപ്പെടെ വലിച്ചു കയറിയിട്ടുണ്ട്. പക്ഷെ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ റിവ്യൂ ചെയ്ത ഒരാളാണ്, മനസ്സിലായില്ലേ? എല്ലാവർക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഇപ്പോഴും പറയുന്നു. എല്ലാവർക്കും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. സോ രണ്ടും ആ ഷോയിൽ കാണാൻ പറ്റും. രണ്ടും നമ്മൾ പറയണം, പിടികിട്ടിയോ? അല്ലാതെ അനുമോൾക്ക് കംപ്ലീറ്റ്ലി പോസിറ്റീവ് മാത്രമേ ഉള്ളൂ, ആ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അനുമോളുടെയിലും ഉണ്ട് ചെറിയ നെഗറ്റീവ്. എന്നാലേ അനുമോൾ നല്ലൊരു മനുഷ്യ സ്ത്രീ ആവൂ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിടികിട്ടിയില്ലേ? പോസിറ്റീവ് മാത്രം പുറത്തേക്ക് തള്ളുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ഉടായ്പായിരിക്കും അയാളെന്ന് ഞാൻ പറയത്തുള്ളൂ. എല്ലാ മനുഷ്യനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ ഏതൊരു മനുഷ്യനും ഒരല്പം പോസിറ്റീവായിരിക്കും, ഒരല്പം ഒരു പല കാര്യത്തിലും ഒരു റെസ്ട്രിക്ഷൻസ് വെക്കും. സത്യമല്ല ഞാൻ ഈ പറയുന്നത്? നിങ്ങൾ പറ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണേ, പറയാതെ പോകരുതേ. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം.
സഹോദരിയുടെ ഭർത്താവ്, അച്ഛൻ, അമ്മ, വലിയ രീതിയിലൊരു കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അനു. അനുവിൻ്റെ അച്ഛൻ അങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ. ഇതൊക്കെ ഞാനിപ്പം ബിഗ് ബോസ് അല്ല, അതിനും ഒരു 1.5 കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്നും ഞാൻ വിളിച്ചിരുത്തി, എനിക്കൊരു മുറി ഉണ്ട് അവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത്, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉപദേശിപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് കരയാൻ, അപ്പം ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞല്ല മോളെ, അത്ര എല്ലാത്തിനും പെട്ടെന്ന് കുറച്ച് നമുക്ക് ഒരു ധൈര്യം, ഒരു മാനസിക ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ സമൂഹം എല്ലാവരും നല്ല കൊച്ച് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരുടെ ഇതും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല. അതാണ് ഞാനും പറഞ്ഞത് കുറച്ച് മുമ്പ്. എല്ലാവർക്കും നെഗറ്റീവും കാണും, പോസിറ്റീവും കാണും, മനസ്സിലായില്ലേ? അത് വേറൊരു വേർഷനാണ് ഞാനീ പറയുന്നത്. എല്ലാവർക്കും നെഗറ്റീവും പോസിറ്റീവും കാണും. ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണിലൂടെ കാണുമ്പോൾ നമുക്ക് മോശമാണെന്ന് തോന്നും, എന്നാൽ അയാളുടെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ പോസിറ്റീവായിട്ട് തോന്നും, നല്ലതാണെന്ന് തോന്നും, മനസ്സിലായില്ലേ? പിന്നെ അമ്മ ഇവിടെ പറഞ്ഞ കണക്ക് അനുമോള് ഈ കരച്ചിൽ ഇറക്കുമ്പോൾ അത് ഡ്രാമ എന്ന് എല്ലാവരും പറയുമായിരുന്നു, മനസ്സിലായില്ലേ? അവരെ പേഴ്സണലി, അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ പേഴ്സണലി അറിയാവുന്ന ഒരാളാണ് പറയുന്നത്. ആ കുട്ടി അങ്ങനെയാണ്, അവളെ പിടിച്ചിരുത്തി ഒരു ഉപദേശം കൊടുക്കാൻ നോക്കിയാലും അപ്പോഴും കണ്ണീന്ന് വെള്ളം വരും. അത് അവൾ അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലാതെ അത് ഡ്രാമയായിട്ട് ഞാനും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ അവൾ ഡ്രാമ ഇറക്കുവാണെങ്കിൽ തന്നെ ഇറക്കട്ടെ, ഗെയിമല്ലേ അത്, ഗെയിം കളിക്കാനല്ലേ അവിടെ പോയത്. ഡ്രാമ കരച്ചിൽ ഗാർഡ് ഇറക്കുവാണെങ്കിൽ ഇറക്കട്ടെ, അതിനിപ്പോൾ എന്താ കുറ്റം? നമുക്ക് ബാക്കി കാണാം. കാരണം അത് മനുഷ്യൻ്റെ സ്വഭാവമാണത്. ഒരു കൊച്ച് ജീവിച്ചു എന്നാൽ അതേസമയം വേറെത്തിയെ പറഞ്ഞിട്ട് പാവം കഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, ജീവിച്ചോട്ടെ, എന്താ അത് തന്നെയല്ലേ അനുമോളും. അനുമോളോട് എന്താ അപ്പം ഇച്ചിരി തൊഴിലെത്തോണ്ടുള്ള ദേഷ്യമാണ്, എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വിചാരിക്കും, എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ ആമ്പിള്ളേർ പറയുന്നത്? ഈ പെണ്ണുങ്ങൾ പറഞ്ഞാൽ അസൂയ കൊണ്ടാന്ന് പറയും. ഇത് വെറുതെ അവളിങ്ങനെ ചെയ്തു, അവളങ്ങനെ ചെയ്തു, അവൾ കള്ളിയാണ് മറ്റേ. പിന്നെ അവിടെ വന്നവരെല്ലാം ഹരിചന്ദ്രൻ മഹാരാജാവിൻ്റെ മക്കളല്ലേ. ഞാൻ കണ്ടു എല്ലാവരെയും അവിടെ എന്തെല്ലാം കാണിക്കുന്നത്. ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ അവരുടെ വേഷവിധാനം വരെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ഇത്ര ആമ്പിള്ളേർ ചുറ്റിനും ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിനൊന്നും പറയണ്ട, അതൊക്കെ നല്ല പിള്ളേരാ. അതിന് നമുക്കൊരിക്കലും അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. അമ്മയെ പറഞ്ഞത് അമ്മയുടെ ഏജിലുള്ള ആൾക്കാർ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവരും അല്ല, ഒരു 98% ആളുകളും, ഒരു 19 വയസ്സിന് മേളിലുള്ള ആളുകൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ജിസേലിൻ്റെ വസ്ത്രം കാണുമ്പോൾ ഒരു ചെറിയൊരു വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും ഒരാളുടെയും വസ്ത്രധാരണം അത് തെറ്റാണ് എനിക്ക് പറ്റത്തില്ല പറയാൻ. പക്ഷേ ചില ആളുകൾക്ക് അവരുടേതായിട്ടുള്ളൊരു അഭിപ്രായം കാണും. ഇപ്പം അമ്മ പറയുന്നത് പോലെ അവരുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ചിലപ്പോൾ ജിസേലിൻ്റെ വസ്ത്രധാരണം കാണുമ്പോൾ പ്രശ്നം കാണും, ഉറപ്പായിട്ടും കാണും. പിന്നെ അതിന് മുമ്പായിട്ട് അമ്മ പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ, ചില വ്യക്തികൾ കുട്ടികളെ നോക്കാനാണെന്ന് രേണുസുതിയെ ആണ് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. രേണുസുതി മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും അത് ഇപ്പോൾ കുറച്ച് കാലം മുമ്പ്, ബിഗ് ബോസിന് മുമ്പ് വരെ രേണു എന്ത് പറഞ്ഞാലും വലിച്ചു കീറിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ പിന്നെ അതൊന്ന് മാറി വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അനുമോളുടെ പുറകെ ഓഫ് കോഴ്സ് പോകും. ഈ സീസൺ കഴിഞ്ഞ് ഇപ്പൊ അനുമോൾ ഒന്നും മിണ്ടുന്നില്ല. ഇപ്പൊ സത്യം പറഞ്ഞ ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സികളൊന്നും ആറി തണുത്തു. മല്ലികാമ്മ ഇത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി വീണ്ടും സംസാരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആറിയിരിക്കുക. ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബിന്നിയുടെ നമ്മുടെ അതിലും ചെയ്തപ്പോൾ കണ്ടതാണ് വീഡിയോയിൽ. എന്താണ് ബിന്നി ഏതോ ഒരു ആർട്ടിസ്റ്റിന്റെ ആരുടെ ആയിരുന്നു ഞാൻ മറന്നുപോയി, ഒരു മരണാനന്തര ചടങ്ങിനോ എവിടെ പോയപ്പോഴത്തേക്ക് നിന്ന് ചിരിക്കുന്ന ഒരു സാധനമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിന്നി തന്നെയല്ലേ 16 ലക്ഷത്തിന്റെ PR ഒക്കെ അടിച്ചിറക്കിയത്. ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാതിരിക്കുന്നതാണ് ബിന്നിക്ക് നല്ലത്, മനസ്സിലായില്ലേ? പിന്നെയും പണി മേടിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാം ഒന്ന് ഒതുങ്ങിയിരിക്കുക. തീരട്ടെ. ഞാനും ആഗ്രഹിക്കുന്നത് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലൂടെ തീരണമെന്ന് തന്നെയാണ്. എന്നാലേ നമുക്ക് ഇലക്ഷൻ വരാൻ പോവുകയാണ് മോനെ. ഇലക്ഷന്റെ മുന്നോടിയായിട്ട് മാങ്കൂട്ടത്തിലിന്റെ കേസുകൾ പുറത്തു വരുന്നു. നമ്മുടെ ശബരിമലയിലെ കൈയിട്ട് വാരിയതൊക്കെ അത് മുങ്ങിപ്പോയി. ഇപ്പൊ മാങ്കൂട്ടത്തിലിനെ പൊക്കിയെടുത്തു. എന്തൊക്കെയാ നടക്കുന്നത്? സംസാരിക്കാൻ നമുക്ക് അതിനെ പറ്റിയൊക്കെ കുറെ ഉണ്ട്. ബാക്കി ഇതൊന്ന് തീർത്തോ. അനുമോളാ പ്രശ്നം. അപ്പൊ അതൊക്കെ ചുമ്മാ, അതൊക്കെ വെറുതെ വ്യക്തിപരം. കൊച്ചൊരു പാവം കൊച്ച, അത് അതിന്റെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. പിന്നെ എത്ര 16 ലക്ഷം ഉണ്ടായിരുന്നു ആ കൊച്ചു അഭിനയിക്കാതെ. ബിഗ് ബോസ് സീസൺ ഫുൾ ആണെങ്കിൽ 16 ലക്ഷം PR ആയിട്ട് ഇത് പറയുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ മുടക്കിയിരിക്കുന്നത്. അതാണ് അതിനകത്ത് സത്യം. പിന്നെ അതിനകത്ത് നല്ലൊരു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ്. എന്താണ് ഷാനവാസില്ലേ, എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അത് ആ കുട്ടി സംസാരിക്കുന്നതിനകത്ത് ആരോടും ഒരു പകയില്ല. അത് ഓഫ് കോഴ്സ് അനീഷും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അനീഷ് പിന്നെ ചിലപ്പോൾ എനിക്കൊന്നും കൂടുതൽ അങ്ങ് പാവത്താരെ പോലെ സംസാരിക്കും. ഇത്ര
ഇത്രയും പാവം ആളോ ആയിരുന്നു എന്നൊക്കെ. ഞാൻ അങ്ങനെ എപ്പിസോഡ് കണ്ടിട്ടില്ല, പക്ഷേ ഈ പ്രൊമോയുടെ റീൽസ് വരുമല്ലോ, അപ്പൊ അതിനകത്ത് മോഹൻലാൽ ചോദിക്കുന്നത് എടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടുള്ളൂ. എപ്പിസോഡ് മുഴുവനും എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ആലോചിക്കും, എന്താണ് ഈ കുട്ടിയുടെ ഇത്ര വലിയ ദേഷ്യം? അല്ല, ഇന്നേ വരെ നമ്മൾ കാണാത്ത കുറേ ചെറുപ്പക്കാര് അങ്ങ് ഇതിൻ്റെ പേരിലൊരു യൂട്യൂബും ഒക്കെ ഇട്ട് അങ്ങ് ചീത്ത വിളിച്ചു. പക്ഷേ കാര്യമായിട്ട് പറയുന്നതൊന്നും അനുമോളെ അങ്ങനെ ചീത്ത വിളിക്കുന്നൊന്നുമില്ല. ഇതൊക്കെ പറയുന്നത് നമ്മൾ കാണാതെ ചുമ്മാ ഒന്നോ രണ്ടോ സംഭവത്തിന് വേണ്ടിയിട്ട്. ഈ ഷോയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, അമ്മ ഈ ഷോ കാണാത്തൊരു വ്യക്തിയാണ്. എപ്പിസോഡുകൾ കണ്ടിട്ടില്ല, ലൈവ് കണ്ടിട്ടില്ല, ജസ്റ്റ് പ്രൊമോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മയുടെ പ്രായത്തിനെ ഞാൻ എന്തുകൊണ്ടും ബഹുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോ കാണാത്തൊരാൾക്ക് ഒരിക്കലും ഈ ഷോ കണ്ടിട്ട് വിമർശിക്കുന്ന ആളുകളെ വിമർശിക്കാനായിട്ടുള്ളൊരു യോഗ്യത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായി പോകും. എന്നാലും അതിനുള്ളൊരു റൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ഈ ഷോ കണ്ടിട്ടുള്ള ആൾക്കാർ, പിന്നെ ചില ആളുകളുണ്ട് അമ്മ പറയുന്ന കണക്ക് മറ്റേ അനുമോളെ അങ്ങോട്ട് വലിച്ച് കീറിയേ വിടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആളുകളുണ്ടായിരുന്നു. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഷോ തീരുന്നതിൻ്റെ കുറച്ച് മുമ്പ് വരെ അനുമോൾക്കെതിരെ നിന്നു. ഷോ തീരാറായപ്പോഴത്തേക്ക് ഒറ്റയടിക്ക് ഒരു ചാനലുണ്ട്, ഞാനത് നോട്ട് ചെയ്ത്, നിങ്ങൾക്കറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ്, അവസാനമായപ്പോൾ ഒറ്റയടിക്ക് മറുകണ്ടം ചാടിയുടെ കംപ്ലീറ്റ് അനുമോൾ സപ്പോർട്ട്. ആ ഒരു എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പി ആറിൻ്റെ ഇനിയും അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പി ആറിൻ്റെ ചെറിയ കളികൾ. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മൊത്തത്തിലൊന്നും പി ആർ അതൊന്നും വർക്കൗട്ട് ആവത്തില്ലേ. വോട്ടൊക്കെ കാണും. പിന്നെ അമ്മ പറയുന്നത് കേട്ടല്ലോ, 16 ലക്ഷത്തിൻ്റെ അതൊക്കെ വെറുതെ. ചിലപ്പോൾ അത് പറഞ്ഞിറക്കിയ ആൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആരാ? ബിന്നിമോള് ചിലപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും പോയത്. പക്ഷെ പണി നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് കൊടുത്തു, പക്ഷേ ജനങ്ങളെ വെറുപ്പിച്ചു, ഭയങ്കരമായിട്ട് വെറുപ്പിച്ച് കളഞ്ഞു ബിന്നി. അതാണ് ബിന്നിക്ക് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇത്രയൊക്കെ ഉള്ളടേ, നമുക്കിനിയും ബിഗ് ബോസ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ മാറ്റി വെച്ചതാണ്, ഇനി ഒന്നും വരരുത് എന്ന് നിങ്ങളുടെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് സോഷ്യലിനായിട്ട് റിലവൻ്റ് ആയിട്ട് അതാണ് നമുക്ക് അത്യാവശ്യം. നമുക്ക് അടുത്ത ഒരു വീഡിയോ ഇങ്ങനെ കിടപ്പുണ്ട്, ഇത് ഞാൻ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം. അതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.